സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഈശോ പറയുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈശോ ഇത് ചെയ്ത് കാണിച്ചു. എന്നാലും നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലേ? എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ ശത്രുക്കളായത്? അവർക്ക് ഗ്രേസ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം കുറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് ധാർഷ്ട്യവും അരിശവും വാശിയും ഒക്കെ ഉണ്ടായത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലം അവരിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വലിയ മിനിസ്ട്രിയാണ് അവരിൽ പരിശുദ്ധാത്മാവ് നിറയണം, സ്വർഗത്തിൽ നിന്നുള്ള കൃപയാൽ നിറയണം അവർ. അല്ലെങ്കിൽ നമുക്ക് ഇനിയും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ സൗഖ്യത്തിനു വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയുമാണ് ഈശോ നമ്മളോട് പറഞ്ഞത് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ സ്നേഹിക്കാൻ. അങ്ങനെ അവർക്ക് മാനസാന്തരം സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ സ്നേഹിക്കാം. അതിനുള്ള കൃപാവരത്താൽ നിറയട്ടെ. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവം